ഇന്ന് നമ്മൾ നോക്കുന്ന PSC ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര നടൻ മോഹൻലാൽ. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് മൻമോഹൻ സിംഗ്. ദാദാ സാഹിബ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള നടൻ മോഹൻലാൽ. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് മൻമോഹൻ സിംഗ്. ദ ചോള ടൈഗേഴ്സ് ദ അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന നോവലിൻ്റെ രചയിതാവ് അമിഷ് ത്രിപാഠി. ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് നോവലിൻ്റെ രചയിതാവ് അമിഷ് ത്രിപാഠി. ലോക സമാധാന ദിനം, ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക സമാധാന ദിനം, ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് മെലിസ ജെഫേഴ്സൺ വൂഡൻ. USA. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് മെലിസ ജെഫേഴ്സൺ വൂഡൻ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ, ജപ്പാൻ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ടോക്കിയോ, ജപ്പാൻ. 2025 സെപ്റ്റംബർ ബൗളർമാരുടെ ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം വരുൺ ചക്രവർത്തി. 2025 സെപ്റ്റംബർ ബൗളർമാരുടെ ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം വരുൺ ചക്രവർത്തി. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ആദി സംസ്കൃതി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് മൻമോഹൻ സിംഗ്. ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന നോവലിൻ്റെ രചയിതാവ് അമിഷ് ത്രിപാഠി. ലോക സമാധാന ദിനം, ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് മെലിസ ജെഫേഴ്സൺ വൂഡൻ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ, ജപ്പാൻ. 2025 സെപ്റ്റംബർ ബൗളർമാരുടെ ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം വരുൺ ചക്രവർത്തി. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ആദി സംസ്കൃതി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന.